ഹായ് ഹലോ ബോണഫൈഡ് PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് KITയുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് സിലബസിലെ 8ാം മൊഡ്യൂളിൽ ഡീൽ ചെയ്യുന്ന ലേബർ ലോയിൻ്റെ ഒരു ഇൻട്രോ ക്ലാസ്സാണ്. അപ്പോൾ ഓരോ മൊഡ്യൂളിലും നമ്മൾ സബ്ജക്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഇൻട്രോ ക്ലാസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ലേബർ ലോയിനെ കുറിച്ചാണ് പറയുന്നത്. എന്താ ലേബർ ലോ എന്ന് പറഞ്ഞാൽ തൊഴിലാളി, നമുക്കറിയാം അല്ലേ, തൊഴിലാളി അവകാശങ്ങൾ, തൊഴിലാളികളുടെ അവകാശങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയും തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ളൊരു ബന്ധം കൺട്രോൾ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ലെജിസ്ലേഷനാണ് ലേബർ ലോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. വർക്ക് പ്ലേസിലുള്ള തൊഴിലാളികളുടെ റൈറ്റ്, ഡ്യൂട്ടീസ്, പ്രൊട്ടക്ഷൻ എന്നിവയൊക്കെ പറയുന്നത് ഈ ലേബർ ലോസിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തിനാ ലേബർ ലോ എന്ന് പറയുന്നത്? ലേബർ ലോ ഫെയർ വേജസ്, സേഫായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ്, വളരെ ബുദ്ധിമുട്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ തൊഴിലാളികൾ അനുഭവിച്ചത് അല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ കരകയറാൻ വേണ്ടി അല്ലെങ്കിൽ ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലേബർ ലോസൊക്കെ വന്നത്. അതിലൂടെ അവർക്ക് ഫെയർ വേജസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഫെയർ വേജസ് കിട്ടാൻ തുടങ്ങി. പിന്നെ സേഫായിട്ടുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ, അറ്റ്മോസ്ഫിയർ തൊഴിലുടമകൾ ഒരുക്കി കൊടുത്തു. റീസണബിൾ ആയിട്ടുള്ള വർക്കിംഗ് ഹവേഴ്സ് കൺട്രോൾ ചെയ്തു. ജോബിന് സെക്യൂരിറ്റി കൊടുത്തു. ഇന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ പോകാൻ വേണ്ടി പണ്ടൊക്കെ എങ്ങനെയായിരുന്നു അല്ലേ, അങ്ങനെ പിരിച്ചു വിടാനൊന്നും പറ്റില്ല ഇപ്പോൾ. പിന്നെ ബെനിഫിറ്റുകൾ കൊടുക്കാൻ തുടങ്ങി. നമ്മുടെ ഓരോ ഉത്സവ സീസണുകളിലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുന്ന സമയത്തൊക്കെ ഉള്ള ബെനിഫിറ്റുകൾ കൊടുക്കാൻ തുടങ്ങി. പിന്നെ തൊഴിലുടമയും തൊഴിലാളികളും തമ്മിലൊരു തർക്കങ്ങളുണ്ടെങ്കിൽ അത് ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കാൻ കൂടെ വേണ്ടിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലേബർ ലോസ് ഇനാക്ട് ചെയ്ത് വന്നിട്ടുള്ളത് അല്ലേ. ഇങ്ങനെ ഒരു നിയമം ഇല്ലായിരുന്നു എങ്കിൽ എന്താണ്, തൊഴിലാളികൾ പണ്ട് കാലത്ത് അങ്ങനെ ചൂഷണത്തിന് ഇരയായതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറേ നിയമങ്ങളൊക്കെ ഇനാക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്താ ഇതിൽ ഈ ലേബർ ലോയിൽ ഇൻഡിവിജ്വൽ ലേബർ ലോയും കളക്റ്റീവ് ലേബർ ലോയായിട്ട് നമുക്കൊന്ന് എന്താ പറയുക ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. ഇൻഡിവിജ്വൽ ലേബർ ലോ എന്ന് പറയുന്ന സമയത്ത് എംപ്ലോയറുടെ റൈറ്റ്സിനെ കുറിച്ച്, അപ്പോയിൻമെൻറ്റിൻ്റെയും വേജസിൻ്റെയും ലീവിൻ്റെ, സേഫ്റ്റിയുടെ, ടെർമിനേഷൻ്റെ കാര്യങ്ങൾ, പേഴ്സണലി ഉള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. കളക്റ്റീവ് ലേബർ ലോ എന്ന് പറയുന്ന സമയത്ത് അതിൽ കളക്റ്റീവായിട്ട് എല്ലാവർക്കും കൂടെയുള്ള കാര്യങ്ങൾ, സ്ട്രൈക്ക്, ലോക്കൗട്ട്, ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റിൻ്റെ മെക്കാനിസം, ഇങ്ങനെയുള്ള യൂണിയൻസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ 8ാമത്തെ മൊഡ്യൂളിൽ ലേബർ ലോയിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് ലേബർ ലെജിസ്ലേഷൻസ് നമുക്കുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 8ഓളം ആക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ പഠിക്കാനുള്ളത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, മിനിമം വേജസ് ആക്ട്, പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട്, എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട്, ഫാക്ടറീസ് ആക്ട്, മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട്, ഗ്രാറ്റുവിറ്റി, ട്രേഡ് യൂണിയൻ ആക്ട് തുടങ്ങിയവയ്ക്കാണ് ഇതിൽ ഡീൽ ചെയ്യുന്നത്. എംപ്ലോയറെക്കുറിച്ച് എംപ്ലോയി, വർക്ക്മെൻ, വേജസ്, ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, റിട്രഞ്ച്മെൻറ്റ്, ലേ ഓഫ്, അങ്ങനെ തുടങ്ങിയ കുറേ കൺസെപ്റ്റുകൾ ഇതിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലേബർ ലോ എന്ന് പറയുന്ന 8ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ഡെഫിനിഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടും പിന്നെ 2-3 ആക്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടും പിന്നെയുള്ള കുഞ്ഞു കുഞ്ഞു ആക്റ്റുകളാണ്. അതിൽ മൊത്തത്തിൽ ആ ഒരു ആക്ട് എന്താണ് ഡീൽ ചെയ്യുന്നതെന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഇതിൽ പറയാം. ഓക്കെ, താങ്ക് യു.